this is Dior Sauvage Eau de Toilette. Dior Sauvage Eau de Toilette. Dior Sauvage. Dior Sauvage. ഡിയോർ സവാജ്. ഇഷ്ടം പോലെ ക്ലോൺസ് അല്ലെങ്കിൽ ഇൻസ്പയർഡ് വേർഷൻസ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഡിയോർ സവാജ്. നമ്മളിൽ പലരും ഈ ഒരു പെർഫ്യൂം ജേർണി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളൊരു പേരുമാണിത്. അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക്, ഈ ഒരു ഇൻസ്പയർഡ് വേർഷൻസിൻ്റെ ഗണത്തിലേക്ക് കുറച്ച് നാളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അർദ് അൽ ഖലീജ് എന്ന ബ്രാൻഡിൻ്റെ ഷെയ്ഖ് സായിദ് ബ്ലൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us get to the review. Welcome to Sufi Fragrance. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. 2015 ഡിയോർ സവാജ് EDT എന്ന ഈ ഒരു പെർഫ്യൂം മാർക്കറ്റിലേക്ക് റിലീസ് ആവുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തി ആർജിക്കുകയും വേൾഡ്സ് ബെസ്റ്റ് സെല്ലിംഗ് പെർഫ്യൂം ഫോർ മെൻ എന്ന സ്ഥാനമൊക്കെ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം. അതുകൊണ്ട് തന്നെ പുറം നാടുകളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സെൻ്റായിട്ട് മാറി. അപ്പോൾ പുറത്തുള്ള റിവ്യൂവേഴ്സൊക്കെ തന്നെ ഇതിനെ റിവ്യൂ ചെയ്യുമ്പോൾ എന്താ പറയുക, വളരെ കോമൺ ആയിട്ടുള്ള സെൻ്റ് ആയതുകൊണ്ട് തന്നെ കളിയാക്കി വിടുന്നതാണ് പതിവ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു സെൻ്റൊന്നുമല്ല. ഇതിൻ്റെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്ലോൺസ് വരാൻ കുറച്ചധികം സമയമെടുത്തു. അജ്മൽ അസീൽ, പിന്നെ കുറോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാപ്പിളിൻ്റെ റേവ് എന്ന പെർഫ്യൂംസ് ഒക്കെയാണ് ബഡ്ജറ്റ് റേഞ്ചിൽ ഇതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻസ്പയർഡ് വേർഷൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന പെർഫ്യൂംസ്. വേറെ പലതും ഉണ്ട്. അഫ്നാൻ്റെ മോഡസ്റ്റ് ഊനെ എന്ന പെർഫ്യൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതും നല്ല ക്വാളിറ്റിയുള്ള ക്ലോണാണ്. എന്നാലും ഇത്തിരിയൂടെ ഒരു 3500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ റിവ്യൂവേഴ്സൊക്കെ ഇതിനെ കളിയാക്കി വിടുമെങ്കിലും നിങ്ങൾക്ക് ഏത് വെതർ കണ്ടീഷനിലും എവിടേക്കും വളരെ സേഫായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ വളരെ നൈസായിട്ട് സ്മെൽ ചെയ്യുന്ന ഒരു പെർഫ്യൂം തന്നെയാണ് ഡിയോർ സവാജ് EDT. പിന്നെ നിങ്ങൾ ഇത്തിരിയൂടെ ഒരു മെച്ചർ ആയിട്ടുള്ള നോസുള്ള ആളാണെങ്കിൽ, കുറേ അധികം പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്തൊരു ആളാണെങ്കിൽ നിങ്ങളെ ഈ ഒരു പെർഫ്യൂം ഒരിക്കലും എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ ഫ്രാഗ്രൻസ് ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഏത് വെതറിലേക്കും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന, വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈലുള്ള കുറേ അധികം പെർഫ്യൂംസ് ഇപ്പോൾ നമ്മളെ മാർക്കറ്റിലുണ്ട്. ഇതൊരു ഫ്രഷ് സ്പൈസി അറോമാറ്റിക് വുഡി മസ്കി സെൻ്റാണ്. നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന മെയിൻ നോട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബർഗമോ, പിന്നെ പെപ്പറിൻ്റെ ഒരു സ്പൈസിനെസ് എന്തെങ്കിലും, പിന്നെ മെയിൻലി ആംബ്രോക്സാൻ്റെ സ്മെല്ല് ഞാൻ പല വീഡിയോസിലും മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്, പിന്നെ ഒരു സിഡാർ വുഡിൻ്റെ സ്ലൈറ്റ് വുഡി ടച്ച്, പിന്നെ അതുപോലെ തന്നെ ലാബ്ദാനം എന്ന റസിങ് കൊടുക്കുന്ന ഒരു ചെറിയൊരു ആംബ്രി സ്വീറ്റ്നെസ്സും ആണ് ഈ ഒരു പെർഫ്യൂമിൽ മെയിൻലി കിട്ടുക. അപ്പോൾ എന്നിരുന്നാലും ഇത് വളരെ ബ്രൈറ്റ് ആയിട്ട് സ്മെല്ല് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. നമ്മളൊരു സിട്രസി, ആ ഒരു ബർഗമോ നോട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു സിട്രസി പെർഫ്യൂം നമ്മൾ സ്കിന്നിൽ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പഞ്ച്, ഒരു സിങ്ങി ഫീൽ ഉണ്ടല്ലോ, ഒരു സവർ എന്ന് പറഞ്ഞ ഫീൽ, ആ ഒരു ടൈപ്പ് സ്മെല്ലൊന്നും ആയിരിക്കില്ല. പകരം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, എന്താ പറയുക, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടൈപ്പ് വളരെ ബ്രൈറ്റ് ആയിട്ട് ഒരു നമ്മളെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ടൈപ്പ് സെൻ്റാണത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ആംബ്രോക്സിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആംബ്രോക്സിൻ്റെ പ്രസൻസ് നല്ലപോലെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വേഗം നോസ് ബ്ലൈൻഡ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 12-14 സ്പ്രേ ഒന്ന് അടിച്ചിട്ട് 1 മണിക്കൂർ കഴിയും നിങ്ങൾക്ക് ഇതൊന്നും സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറയരുത്. നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കുക. അവർക്ക് മിക്കപ്പോഴും അവർക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ഒരു സ്മെല്ലിനെ പിന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ഒരു പെർഫ്യൂമിലുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ക്ലോൺ പെർഫ്യൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു 100 ml ഏകദേശം 1700-1800 രൂപയുടെ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സിട്രസ് നോട്ടുണ്ട്. ഈ ഒരു ബർഗമോ ലെമണിൻ്റെ ആ ഒരു മിക്സ്, അത്യാവശ്യം സിങ്ങി ആയിട്ടുള്ള ഒരു സവർ, നമ്മൾ ആ ഒരു പച്ചയും മഞ്ഞയും കലർന്ന ഒരു നാരങ്ങ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ തൊലിയും അതിൻ്റെ ആ ഒരു ചാറും കൂടെ കലർന്ന ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പ് സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഓപ്പണിങ് കിട്ടുന്നത്. നമ്മൾ പക്ഷേ ഡിയോർ സവാജ് EDTയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള, പല റിവ്യൂസും അത് ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലാന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, കുറച്ച് നീഷ് പെർഫ്യൂമുകളെയും അങ്ങനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലും വെച്ച് നോക്കുമ്പോൾ അതിരി ഹാർഷ് ആയിരിക്കാം. എന്നിരുന്നാൽ കൂടെ ഇതിനേക്കാളും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതിലൊന്നും തന്നെ ഈ ഒരു സിട്രസി നോട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ചി, ഒരു എന്താ പറയുക, ഒരു സിങ്ങി ഫീല്, നമ്മൾ സിട്രസ് നോട്ടുകളിൽ കാണുന്ന ഒരു തരിപ്പ് ഉണ്ടാവാറുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് സ്മെല്ലൊന്നും ഡിയോർ സവാജ് EDTയിലില്ല. അപ്പോൾ എല്ലാം വളരെ സ്മൂത്തായിട്ടാണ് ആ ഒരു പെർഫ്യൂമിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബർഗമോ ലെമണിൻ്റെ മിക്സ്, നമ്മൾ ആ ഒരു തൊലിയോടും ചാറോടും കൂടിയ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് നല്ലപോലെ എടുത്ത് നിൽക്കുന്നുണ്ട്. അത് കുറച്ചധികം സമയം നിൽക്കുന്നുണ്ട്. പിന്നെ
ഇത്തിരി ഒരു സമയം കഴിയുമ്പോഴാണ് ബാക്കിയുള്ള നോട്ട്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു പെപ്പറി, ആ ഒരു പെപ്പറി സ്പൈസിനെസ്, ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ പിങ്ക് പെപ്പർ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഒരു സ്പൈസി സ്മെല്ല് ഈ ഒരു സ്മെല്ലിൻ്റെ പിറകിലുണ്ട്. ഒത്തിരി ഒരു സമയം കഴിയുമ്പോൾ അരോമാറ്റിക് നോട്ട്സ് ആയിട്ടുള്ള ലാവൻഡറിനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഹെർബൽ ഫീലും നമുക്ക് നിന്ന് കിട്ടും. പക്ഷെ ഒരിക്കലും യാഡ്ലിയുടെ ലാവൻഡർ പെർഫ്യൂംസോ അല്ലെങ്കിൽ കഴിഞ്ഞ റിവ്യൂവിൽ പറഞ്ഞ ബുഗാഡ് പോറോമിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ലാവൻഡർ ഒന്നുമല്ല ഈ ഒരു പെർഫ്യൂമിലുള്ള. പകരം ഒരു ഹെർബേഷ്യസ് ഫീലാണ് ഈ ഒരു പെർഫ്യൂമിൽ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് ഡിയോർ സവാജിൻ്റെ ആ ഒരു പാതയിലേക്ക് ഇതിൻ്റെ സെൻറ്റ് വരുന്നത്. പയ്യെ ആംബ്രോക്സിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും. ആംബ്രോക്സിൻ്റെ സ്മെല്ല് ഞാൻ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. ചെറുതായിട്ടുള്ളൊരു വുഡി ടച്ച് നമുക്ക് കിട്ടും. പിന്നെ ഒരു മെറ്റാലിക് ഫീല്. നിങ്ങൾ വളരെ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് മിന്നിത്തിളങ്ങുന്ന ഒരു പാറയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കല്ലൊക്കെ ഒരു ബീച്ചിൻ്റെ തീരത്ത് ഇരിക്കുന്ന ആലോചിക്കാം. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു മെറ്റാലിക് ഒരു മിനറൽ ഫീൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പുറം ഭാഗം നിങ്ങൾ മനസ്സിലാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരം ഒരു സെൻ്റാണോ മനസ്സിൽ വരുന്നത്, ആ ഒരു തരം സെൻ്റായിട്ടാണ് ഞാൻ ആംബ്രോക്സനെ സങ്കല്പിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് സെൻ്റാണ് ആംബ്രോക്സൻ ഈ ഒരു പെർഫ്യൂമിന് കൊടുക്കുന്നത്. പിന്നെ അതിൽ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഡിയോർ സവാജ് എഡിറ്റിലും ഒരു വെറ്റിവറിൻ്റെ നോട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങനെ എടുത്ത് പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെറ്റിവർ നോട്ടൊന്നുമല്ല. ഒരു വെറ്റിവർ നോട്ടിൻ്റെ പ്രസൻസ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു സോഫ്റ്റ് വുഡി ടച്ച് ഉണ്ട്, അതായിരിക്കാം ചിലപ്പം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നോട്ടായിരിക്കാം വെറ്റിവർ. പക്ഷെ ഒരിക്കലും അങ്ങനെ എടുത്ത് പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊന്നുമല്ല. പക്ഷെ ഇവിടെ നമ്മൾ ഡീപ്പ് ഡ്രൈ ഡൗണിലോട്ട് എത്തുമ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡേർട്ടി എർത്തി വെറ്റിവറിൻ്റെ സ്മെല്ലുണ്ട്. നമ്മൾ മണ്ണിലൊക്കെ ഇറങ്ങി കുഴഞ്ഞ് മറിഞ്ഞ് വയ്ക്കുന്ന ഒരു വേരൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെന്ത് സ്മെല്ലുണ്ടാകും, ആ ഒരു തരത്തിലുള്ള സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഡിഫറൻസുകൾ വേണമെങ്കിൽ ഡിയോർ സവാജുമായിട്ട് ഇതിനുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു DNA ഈ ഒരു പെർഫ്യൂം മിമിക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ പക്ഷേ ഓപ്പണിംഗ് അത്യാവശ്യം സ്ട്രോങ് ആണ്. ബർഗമോ ലെമണിൻ്റെ ഒക്കെ ആ ഒരു മിക്സ് വന്നിട്ട് ഇതിലെ സിട്രസി നോട്ട്സൊക്കെ കുറച്ചുകൂടെ ആംഡപ്പ്, കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ സവാജിലെല്ലാം തന്നെ ഒരു ഹാർമണിയിൽ, ഒരു സൗഹാർദ്ദത്തിലാണ് പോകുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും സിട്രസി നോട്ട്സിൻ്റെ ആ ഒരു പഞ്ച്, ഒരു തരിപ്പ്, ആ ഒരു ഫീലൊന്നും ഡിയോർ സവാജിൽ കാണില്ല. പിന്നെ ബേസിലോട്ട് എത്തുമ്പോഴും ആ ഒരു ആംബ്രോക്സനും ലാബ്ദനും എന്ന നോട്ട് കൊടുക്കുന്ന ചെറിയൊരു സ്വീറ്റ്നെസ്സും ഒക്കെ തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പലർക്കും അത് സ്മൂത്ത് ആയിരിക്കില്ല, കാരണം പല നീഷ് പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സവാജ് ഒരു ഭയങ്കര ഷാർപ്പായിട്ടുള്ള അങ്ങനത്തെ ഒരു സെൻ്റായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറച്ച് പെർഫ്യൂംസ് അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൽ ആ ഒരു സിട്രസി നോട്ട്സൊക്കെ കുറച്ചുകൂടെ ആംഡപ്പാണ്, പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബേസിലോട്ടൊരു വെറ്റിവറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരിക്കലും ഒരു 1-to-1 ക്ലോണൊന്നായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു 75%, 80% ഏറ്റവും മാക്സിമം ആ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു പെർഫ്യൂം അതുമായിട്ട് ക്ലോസ് ആയിട്ട് എത്തുന്നുള്ളൂ. എന്നിരുന്നാലും ഇത് സക്സീഡ് ആകുന്നത് ഇതിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ്. ഷോഗ ആറ്റമൈസറാണ്. നിങ്ങളൊരു 10-11 സ്പ്രേ ഒക്കെ അടിക്കേണ്ടി വരും അത്യാവശ്യം നല്ലപോലെ പെർഫോമൻസ് ഒക്കെ കിട്ടണമെങ്കിൽ. ഇത് ഒരു 2 hour വരെ, ആദ്യത്തെ 1.5 to 2 hours വരെ അത്യാവശ്യം നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 6+ hours ഒക്കെ തന്നെ മോസ്റ്റ് കണ്ടീഷൻസ്, വളരെ ചൂട് നിങ്ങൾ എപ്പോഴും വണ്ടിമേലൊക്കെ പോയി ഭയങ്കരമായിട്ട് വിയർക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അത്ര തന്നെ കിട്ടൂല. എന്നിരുന്നാലും അത്യാവശ്യം ചൂടുള്ള സമയത്തൊക്കെ പുറത്തു പോയി വന്നപ്പോഴും 6+ hours ഈ പെർഫ്യൂം ഈസിലി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 1.5 to 2 hours ഇടയ്ക്ക് പ്രൊജക്ഷനും വരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് നോക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ ക്ലൈമറ്റിൽ നല്ലപോലെ പെർഫോമൻസ് വരുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 2300 ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾ മെനക്കെട്ട് മേടിക്കുകയാണെങ്കിൽ വേറെ നല്ല ഓപ്ഷൻസ് കാണും എനിക്ക് തോന്നുന്നു. അജ്മലിലെ കുറോ ഒക്കെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു സെൻ്റായിരിക്കും. പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഫാക്ടർ നോക്കുമ്പോൾ ഒരു 1600-1700 റേഞ്ച് പ്രൈസ് വരുന്ന പെർഫ്യൂമുകളിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ അഫ്നാൻ്റെ ഒരു മോഡസ്റ്റ് ഉന എന്ന് പറഞ്ഞ പെർഫ്യൂം ഉണ്ട്. അത് ഇതിനേക്കാളും സവാജുമായിട്ട് ക്ലോസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. അത് നല്ലപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂം കൂടെയാണ്. എൻ്റെ അടുത്തൊരു കുഞ്ഞു സാമ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രൈഡ ചാം എന്നൊരു പെർഫ്യൂം മേടിച്ചപ്പോൾ അവർ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അതും നല്ല കുഴപ്പമില്ലാത്തൊരു ഓൾട്ടർനേറ്റീവാണ്. അതിൻ്റെ ബോട്ടിലും കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു സവാജ് എല്ലാ ക്ലോണുകളുടെയും കൂടെ ഒരു
കമ്പൈൽഡ് റിവ്യൂ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ, നിങ്ങൾ ഓഫീസിൽ പോകുന്ന ആൾക്കാർ, അതുപോലെ കോളേജിൽ പോകുന്ന, ഇപ്പം കോളേജിൽ ഡിഗ്രിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പലർക്കും, അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഓഫീസ്, പിന്നെ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആൾക്കാർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടേക്കും ഏത് വെതറിലും ഏത് കണ്ടീഷനിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂം ആയിരിക്കും ഇത്. വളരെ സേഫാണ്, ഓഫീസ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ബജറ്റിൽ നിൽക്കുന്ന പെർഫ്യൂമാണ്. ബജറ്റ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും താഴ്ന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു സവാജ് ടൈപ്പ് DNA കിട്ടണം എന്നുണ്ടെങ്കിൽ അജ്മലിൻ്റെ സീൽ അല്ലെങ്കിൽ സാപ്പിളിൻ്റെ റേവ് എന്ന പെർഫ്യൂംസ് ഒക്കെ മേടിക്കാം. കാരണം സാപ്പിളിൻ്റെ റേവ് ഞാൻ മേടിച്ചത് 700-750 രൂപയ്ക്കൊക്കെയാണ്. അത് ഇത്ര തന്നെ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിരുന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആ ഒരു പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻസിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു റിവ്യൂവിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.